ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്രയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കാണാനായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണാനായിട്ട് ശ്രദ്ധിക്കണേ. ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൃഷി ചെയ്യുന്ന ചെറിയൊരു ഗ്രാമം. ആ ഗ്രാമത്തിലെ ഒരുപാട് നല്ല കാഴ്ചകൾ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ കാണുന്നത് വീടിന്റെ മുറ്റത്ത് നമ്മൾ ചെടികളൊക്കെ നട്ടു വളർത്തുന്ന പോലെ ഇഷ്ടം പോലെ മാതളവും നാരങ്ങയും ഒക്കെ പൂത്ത് നിൽക്കുന്നതാണ്. വളരെ വിശാലമായ ഒരു പാർക്കിംഗ് സ്പേസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ യാത്ര ബസ്സുകളിലായിരിക്കും. അതിനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം അവർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിന് വേറെ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ദുബായിലെ എവിടെയാ? ഹത്ത കേട്ടോ, ഹട്ട. ഓക്കെ, ഫൈൻ. അപ്പം അവിടെയാ ഉള്ളത്. നല്ല രസമുള്ള സ്ഥലമാണ്. നമ്മുടെ കണ്ട ദുബായിലെ ഒരു മുഖമല്ല, വേറൊരു മുഖം. അതായത് ഫുള്ള് മലകള്, ഒരു വലിയ ഡാം, അതിനകത്ത് നമുക്ക് ബോട്ടിങ് ഉണ്ട്, ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്, ട്രെക്കിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല രസകരമാണ് ഇവിടെ നിൽക്കാൻ. ഇവിടുത്തെ മലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവിടെ മണ്ണില്ല, ഫുള്ള് കല്ലുകളാണ്. അതെ 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 അതെ. അപ്പം ഈ നമ്മുടെ നാട്ടിലെ വരയാട് പോലത്തെ ഒരാടും ഒക്കെ ഇവിടെ ഉണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ്. അത് നമ്മൾ ദുബായ് സിറ്റി മൊത്തം കറങ്ങുമ്പോൾ ഇതൊന്നും വിട്ടുപോകരുത്. കാരണം ഇവിടെ ദുബായിൽ നിന്ന് എനിക്ക് വന്നൊരു 130 കിലോമീറ്ററോളം ഉണ്ട്. പക്ഷെ വരാൻ വേണ്ടി ഉണ്ട് ഈ സ്ഥലം. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ചുറ്റോട് ചുറ്റും ഒന്ന് കാണിച്ചു തരാം. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. എല്ലാവരും വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. ഇതാണ് ഹട്ട. ഹട്ട എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് അവിടെ ഉള്ളത് കുറേ മലനിരകളും ഡാമും ചെറിയൊരു വെള്ളക്കെട്ടും ഇങ്ങനെയുള്ള പരിപാടികളാണ്. പണ്ട് ഒമാന്റെ ഭാഗമായിരുന്നു ഈ ഹട്ട എന്ന് പറഞ്ഞ സ്ഥലം. പക്ഷേ ഒരു യുദ്ധകാല സമയത്ത് ഒമാനിലെ സുൽത്താന് അത് ദുബായിലെ രാജാവിനെ കൈമാറിയതായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദുബായിൽ നിന്ന് നമ്മൾ ഒമാനിലേക്ക് പോകുന്ന ഒരു വഴിയിലാണ് ഈ ഹട്ട സ്ഥിതി ചെയ്യുന്നത്. ബസ്സിൽ കയറി ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മൾ ഹട്ട ഡാമിന്റെ മുകളിലേക്ക് എത്തും. സാധാരണഗതിയിൽ വലിയ തിരക്കുള്ള സമയമൊന്നും അല്ലെങ്കിൽ നമ്മുടെ വണ്ടി നമുക്ക് മുകൾ വശം വരെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതാണ്. ഇവിടെ ഒരുപാട് കടകളൊന്നുമില്ല കേട്ടോ. 1-2 ഫുഡ് കോർട്ടുകളും ജ്യൂസ് കോർട്ടുകളും മാത്രമാണ് ഇവിടെ ഉള്ളത്. വന്നത് ഒരു 4 മണി നേരം ആയതുകൊണ്ട് തന്നെ ചായയും ജ്യൂസും ഒക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നടക്കാൻ തുടങ്ങിയത്. ഡാമിന്റെ തുടക്ക ഭാഗത്ത് തന്നെ താഴേക്ക് ഒരു വഴിയുണ്ട്. ആ വഴി നടന്നാൽ നമുക്ക് ഈ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. കയാക്കിങ്ങും സ്പീഡ് ബോട്ടും അല്ലാതെയുള്ള നോർമൽ ബോട്ടിങ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിഷിംഗ് താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ഫിഷിങ്ങിനുള്ള സൗകര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആക്ടിവിറ്റിയാണ് ഹൈക്കിങ്. ഇച്ചിരി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഹൈക്കിങ്ങിനും പോകുന്നുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോഴാണ് പാട്ടും പാടി വരുന്ന ബൈക്ക് കാണുന്നത്. ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. ഇവരെല്ലാം വേറെ രാജ്യക്കാരാണ്. അവരുടെ രാജ്യത്ത് നിന്നും വേറെ പല രാജ്യങ്ങളിലേക്കും ഇതിലാണ് അവരുടെ ഫുൾ ടൈം യാത്ര. ഈ മലകളെല്ലാം ഹജാർ മൗണ്ടൻ എന്നാണ് പറയുന്നത്. ഈ മലകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ കല്ലോ മണ്ണോ ഒന്നുമല്ല മലയ്ക്ക്. വളരെ കൂർത്ത് ഇങ്ങനെ പരുപരുത്തതായിട്ടുള്ള പ്രത്യേകതരം കല്ലുകളാണ് ഈ മലയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഒരാൾക്കാർക്കൊന്നും വെറുതെ പോയി നടന്ന് കയറാനായിട്ട് സാധിക്കത്തൊന്നുമില്ല. ഇവിടെയുള്ളവർ കൂടുതലും കൃഷിയാണ് കേട്ടോ ചെയ്യുന്നത്. ആ കൃഷിയിൽ തന്നെ അവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തേനീച്ച കൃഷിയിലാണ്. അതുകൊണ്ടാണ് ഡാമിന് താഴെയുള്ള ഈ റിക്രിയേഷണൽ ഏരിയയ്ക്ക് അവർ ഹണി കോമ്പിന്റെ ഷേപ്പ് നൽകിയിരിക്കുന്നത്. രാത്രി കഴിഞ്ഞാൽ പാട്ടും ഡാൻസും പാർക്കും ഫുഡ് കോർട്ടും എല്ലാം ആക്റ്റീവ് ആകും. അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ്, പോണി റൈഡിങ് എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. ഞങ്ങളപ്പോൾ അടുത്ത ലീം ലേക്കിലേക്ക് പോവാം കേട്ടോ. ലീം ലേക്ക് ഈ ഹട്ടയുടെ തൊട്ട് താഴെയുള്ള ഒരു ലേക്കാണ് ഈ ലീം ലേക്ക്. അതെ. അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് കിട്ടും കേട്ടോ. ഫ്രഷ് ആണ്. ഇവിടെ ഇത് കുറെ ഫാമിംഗ് ആണ് ഇവിടെയുള്ള ആൾക്കാരുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ. മാങ്ങ എടുത്തോ? മാങ്ങ കൊടുത്തോ? കിട്ടിയില്ല. അപ്പോഴേക്കും ഒരു മാങ്ങ കൊടുക്കണേ. ഒരു മാങ്ങ തന്നെ. നല്ല മാങ്ങയാണോ? ഇത് മാങ്ങ ഉണ്ടോ നോക്കോ. നല്ല മധുരമുണ്ട്. ഓറഞ്ചും അതെ. കൊള്ളാം, അടിപൊളി മാങ്ങ.
ഹട്ട ഡാമിന്റെ തൊട്ട് താഴെയുള്ള ഒരു ഭാഗമാണ് ഈ ലീം ലേക്ക് എന്ന് പറയുന്നത്. ഇവിടെ നിറച്ചും വെള്ളമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃഷി നല്ല കാര്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മാവും വാഴയും തെങ്ങും എല്ലാം ഈന്തപ്പന തോട്ടത്തിന്റെ ഒക്കെ ഇടയ്ക്ക് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും കേട്ടോ. ഈ കാണുന്ന ഒരു ഫാമാണ് കേട്ടോ. ഈ ഫാമിലെ ഫാം സ്റ്റേയും അവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പലതരം ഫാം സ്റ്റേസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ലീം ലേക്ക്. ഞങ്ങളുടെ ബാക്കിൽ കാണുന്ന ലീം ലേക്ക്. ഞങ്ങൾ അതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഈ ലീം ലേക്കില് വിന്റർ സീസൺ ആയി കഴിയുമ്പം വിന്റർ ഫെസ്റ്റിവൽ വരും. അപ്പൊ അതാണ് നിങ്ങൾ ചുറ്റുവട്ടത്ത് ഇങ്ങനെ കാണുന്നത്. ഒത്തിരി ഗെയിംസ് ഉണ്ട്, പ്രത്യേകിച്ച് പിള്ളേർക്ക് ഫുഡ് കോർട്ടും ഗെയിംസും ആണ് പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു ഏരിയ എങ്ങനെ വൃത്തിയായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ അറിയാന്. ഈ ഫെസ്റ്റ് നടക്കുന്നതിന്റെ സൈഡ് ഫുള്ള് ഭയങ്കര അടിപൊളി കൃഷിത്തോട്ടങ്ങളാട്ടോ. എല്ലാ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്, വാഴയുണ്ട്. അതൊക്കെ ശരിക്കും കണ്ടപ്പോൾ ഞാൻ അത്ഭുതം തോന്നി. കൊലയൊക്കെ കിടക്കുന്നത് കണ്ടു. അതെ 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 അതെ. പിന്നെ ഇങ്ങനെ ഇവിടെ ബാർബിക്യൂ സെക്ഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ബാർബിക്യൂ ചെയ്യാൻ പറ്റും. എല്ലാം നമുക്ക് എൻജോയ്മെന്റിനുള്ളത് എല്ലാം അവരിവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ദുബായിയുടെ മറ്റൊരു മുഖമാണ് ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ. ആ തിരക്കും ഒന്നുമില്ല, ഒത്തിരി കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളത്. ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ തന്നെ 1-2 മണിക്കൂർ വേണം. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.